നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ പുതുമയാർന്ന ഒരു ബിരിയാണി, അതായത് ബീഫ് കീമ ബിരിയാണിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻസ്ഡ് മീറ്റ് എന്നാണ്. അപ്പോൾ മിൻസ്ഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നുറുക്കിയ കഷ്ണങ്ങൾ. അപ്പോൾ അത് ചിക്കൻ്റെ ആകാം, ബീഫിൻ്റെ ആകാം, മട്ടൻ്റെ ആകാം. ഞാനിപ്പോൾ ഇവിടെ ബീഫിൻ്റെ കഷ്ണങ്ങളാണ് ചെറുതായിട്ട് മിൻസ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അത് ഞാൻ മിക്സിയുടെ കൊച്ചു ജാറിലിട്ട് ഒന്ന് അടിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് മിൻസ് ചെയ്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് നേരം ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് അരഞ്ഞു പോവും, അരയാൻ പാടില്ല. അതുപോലെ മീറ്റിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല, വെള്ളം ഉണ്ടെങ്കിലും അരഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ തുരുതുരായിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മീറ്റ് മൊത്തത്തിൽ നമ്മൾ കുറേശ്ശെ ഇട്ട് മിൻസ് ചെയ്തങ്ങ് മാറ്റുക. അപ്പോൾ മിക്സിയുടെ ജാറ് ഇപ്പം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പഴയൊരു ജാറ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് വീട്ടിൽ മിൻസ് ചെയ്യുന്നത്. അല്ലാതെ മിൻസ്ഡ് മീറ്റായിട്ട് നമുക്ക് പുറത്തു മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബീഫിൽ ഏകദേശം ഒരു 300 ഗ്രാമിൽ കൂടുതലുണ്ട്. അത് ഞാനിങ്ങനെ മിൻസ് ചെയ്ത് മാറ്റി. ഇനി അരി ഞാൻ ജീരകശാല അരി അല്ലെങ്കിൽ കൈമ റൈസാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കപ്പിൽ ഒരു 1.25 കപ്പോളം റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ വെള്ളത്തിൽ കഴുകണം. കഴുകിയതിന് ശേഷം വേണം കുതിർക്കാനായിട്ട് വെക്കാൻ. ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും കുതിർക്കണം. വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളം വാരാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതവിടെ നിന്ന് കുതിരുമ്പോഴത്തേക്ക് നമുക്ക് സവോള, അപ്പോൾ ഇവിടെ നമുക്ക് 2 സവോള വേണം. 4 സവോള വേണം. 2 എണ്ണം ഇതുപോലെ സ്ലൈസ് ചെയ്ത് നുറുക്കിയെടുക്കുക. 2 എണ്ണം ഇതുപോലെ ചോപ്പ് ചെയ്ത് മാറ്റുക. അപ്പം ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കൈവച്ച് കൊത്തി നുറുക്കിയാലും മതി. ഇനി നമുക്ക് വേണ്ടുന്നത് ടൊമാറ്റോ, 2 വലിയ ടൊമാറ്റോ നന്നായിട്ട് പഴുത്തത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ നമുക്ക് ചോപ്പറിലിട്ട് പറ്റത്തില്ല, അതങ്ങ് കുഴഞ്ഞു പോകും. അത് കാരണമാണ് ഞാൻ നുറുക്കി തന്നെ മാറ്റുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇഞ്ചിയാണ്. 3-4 വലിയ കഷ്ണം ഇഞ്ചി. ബീഫിന് ഒരു ഇഞ്ചിയുടെ ടേസ്റ്റ് എപ്പോഴും കൂടി നിൽക്കുന്നത് തന്നെയാണ് ബീഫിൻ്റെ കറിയാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഒക്കെ നല്ലത്. അപ്പോൾ ഇഞ്ചി ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇഞ്ചി ചോപ്പ് ചെയ്ത് മാറ്റി. ഇനി അതുപോലെ തന്നെ പച്ചമുളകും നമുക്ക് ഒന്നീ ചോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ നുറുക്ക് കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞു മാറ്റുക. പിന്നെ വേണ്ടുന്നത് പുതിന ഇലയും മല്ലിയിലയും. അത് നല്ല വലിയ 2 പിടി വേണം. അതും എടുത്ത് മാറ്റി വയ്ക്കുക. ഒന്നീ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഇലകളായിട്ട് നമ്മൾ ഉതിർത്ത് മാറ്റിയെടുക്കുക. ഇനി നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുക. അരി വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചേക്കുന്ന അരി ഇടണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് മസാലക്കൂട്ടുകൾ അതിലോട്ട് ഇടേണ്ടതുണ്ട്. അപ്പോൾ ബേ ലീഫ് അല്ലെങ്കിൽ പട്ടയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തക്കോലം, പട്ട, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, ഇതെല്ലാം, ജാതിപത്രി, ഇതെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നാരങ്ങ മുറി പിഴിഞ്ഞ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അരി നമ്മൾ കഴുകി ഊറ്റി വാരി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നെയ്യൊക്കെ 1 സ്പൂൺ നെയ്യ് മതി. അതുപോലെ തന്നെ ഒരു അരമുറി അല്ലെങ്കിൽ ഒരു മുറി നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം ഒരു പകുതി വേവ് ആകുമ്പോഴത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അത് ഉപ്പിടുന്നത് നമ്മളൊന്ന് ഉപ്പ് കൂടി നിൽക്കണം. ചോറിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കണം. ആ ഒരു പരുവം ആയിരിക്കണം. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അരിയെല്ലാം വേകാറുണ്ട്. ബിരിയാണി അരി എല്ലാം വേകാറുണ്ട്. അപ്പോൾ ചോറ് വാർത്തിട്ടു. വേറൊരു പാത്രത്തിലോട്ട് വാർത്തിട്ടു. അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ചോറ് ഇനി ഇരുന്ന് വേവാതിരിക്കാനാണ്. കാരണം പകുതി എന്നുവെച്ചാൽ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമ്മൾ ദം ഇടുമ്പോഴത്തേക്ക് ബാക്കിയും കൂടെ വെന്തോളും. അപ്പോൾ ഇനി നമുക്കൊരു പാൻ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം
നെയ്യ് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പകുതി നെയ്യും പകുതി സൺഫ്ലവർ ഓയിലും അങ്ങനെ ഉള്ളി മൂപ്പിക്കുന്നതാണ്. ഉള്ളിക്ക് നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഉള്ളി പൊരിച്ചെടുക്കുക, സവോള പൊരിച്ചെടുക്കുക. അപ്പോൾ സവോള നമ്മൾ വഴറ്റാനാണെങ്കിലും ഇതുപോലെ പൊരിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിലും ചെയ്യുമ്പോൾ സവോള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഉള്ളിയിലെ വെള്ളം, ജലാംശം മൊത്തം പെട്ടെന്ന് ഉള്ളിയിൽ നിന്ന് മാറിക്കിട്ടും. അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ഉള്ളി വേവിക്കുമ്പോഴും അല്ലെങ്കിൽ വഴറ്റുമ്പോഴത്തേക്ക് ഉള്ളിയിൽ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവോള ഏകദേശം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കോരിയെടുക്കാനായിട്ട്. ഇനിയും ഡാർക്ക് കളറാവാൻ നിന്നാൽ നമ്മുടെ സവോള കരിഞ്ഞു പോകും. കാരണം ഇരുന്നൊന്ന് വേകും. ആ എണ്ണയുടെ ചൂടും കൂടി ഉള്ളത് കാരണം സവോള ഇരുന്നൊന്ന് മൂക്കും. അപ്പോൾ അത്രയും മതി. ഇനി നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിൽ ഇത് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇവിടെ മോൾക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത കാരണമാണ് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ, പേരിന് മാത്രം. അപ്പോൾ മുന്തിരിങ്ങ കണ്ടോ, ഉണക്കമുന്തിരി ഇതുപോലെ ഇങ്ങനെ ബോൾ പോലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകാം അത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പിസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഞാനിവിടെ ഒരു കുക്കറാണ് വെച്ച് കൊടുക്കുന്നത്. കുക്കറോ അല്ലെങ്കിൽ പാത്രമായാലും മതി. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ ഉള്ളി പൊരിച്ച എണ്ണ ബാക്കി ഉണ്ടായിരുന്നു, അത് ഒഴിച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ ഇട്ടത് സാജീരകമാണ്, അല്ലെങ്കിൽ ഷാജീര എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, വെളുത്തുള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുപോലെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് മൂക്കട്ടെ. മൂത്ത് അതിൻ്റെ പച്ച ചുവ മാറുമ്പോഴത്തേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ സവോള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി നമുക്കിട്ട് നന്നായിട്ട് വഴറ്റാം. സവോള ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമ്മൾ കീമ മസാല ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം കീമ തന്നെ മിൻസ്ഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നീളത്തിന് സവോളയൊക്കെ കിടക്കുന്നതിനേക്കാളും കുനുകുനാന്ന് അരിഞ്ഞിടുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സവോളയിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് നുറുക്കി വെച്ചിരുന്ന പച്ചമുളക്. അപ്പോൾ സവോള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മുളക് പൊടി വേണ്ട എന്നുള്ളവർക്ക് അത് കുറയ്ക്കാം. പകരം കുറച്ച് പച്ചമുളക് കൂട്ടിയാലും മതി. അപ്പോൾ മുളക് പൊടി ഇട്ടു. ഇനി മല്ലിപ്പൊടി ഞാൻ 1 ടീസ്പൂൺ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്ന് മസാല നന്നായിട്ട് മൂക്കട്ടെ. മൂത്ത് എണ്ണ തെളിയുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തു, മസാലയുടെ മുളക് പൊടിയുടെയൊക്കെ പച്ച മണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോയിൽ നിന്ന് വെള്ളവും ചാറും ഒക്കെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ മുളക് പൊടി കരിയത്തില്ല. അപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗരം മസാല, ഞാൻ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടി തന്നെയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് മസാല വേണ്ട, കാരണം ബീഫിന് അതിൻ്റേതായിട്ടൊരു ഫ്ലേവറുണ്ട്. അപ്പോൾ നമ്മൾ മല്ലിയിലയും പുതിനയിലയും നന്നായിട്ട് ഈ കീമ മസാല ഉണ്ടാക്കുന്ന സവോളയിലോട്ട് ഇട്ട് കൊടുക്കുക. അതും ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാലയും മിൻസ്ഡ് ബീഫും എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് ആ ബീഫിൽ മസാലയൊക്കെ പിടിക്കണം. ഇപ്പോൾ കണ്ടോ, നോക്കിക്കാം, ബീഫ്, ആ മിൻസ്ഡ് ബീഫ് എന്ന് പറയുന്നത് കണ്ടോ, കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. എല്ലാവരുടെയും മിക്സിയുടെ ബ്ലേഡിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. അപ്പോൾ ചിലപ്പം ഫസ്റ്റ് അടിയിൽ ശരിയാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് വെയിറ്റും ഇട്ട് 3 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നല്ല തീയിൽ തന്നെയാണ് കിടക്കുന്നത്, തീ ഞാൻ കുറച്ചിട്ടൊന്നുമില്ല. മിൻസ്ഡ് ബീഫ് ആയത് കാരണം ഇത് പെട്ടെന്ന് വേകും, 3 വിസിൽ മതിയാവും. അപ്പോൾ ഇനി നമ്മൾ ആ പിസ്ത ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ, ഉള്ളി പൊരിച്ചത്, അത് നമുക്ക് ഒരു പിടി എടുത്ത് ഇതിലോട്ട്, അതായത് ഈ മിൻസ്ഡ് ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയ്ക്ക് ആ ഉള്ളിയുടെ നല്ലൊരു മണം കിട്ടും കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ഈ മസാലയിൽ നിന്ന് പകുതി നമുക്ക് കോരി മാറ്റാം. ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തെ ലെയറായിട്ട് നമ്മൾ കീമ മസാലയുണ്ട്, അതിൻ്റെ പകുതി കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിലോട്ട് നമ്മൾ ഊറ്റി വാർത്ത് വെച്ചേക്കുന്ന ചോറ്, വേവിച്ച് വെച്ചേക്കുന്ന ജീരകശാല റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലുള്ള നമ്മൾ ഇട്ട പട്ടയുടെ ഇലയും അതുപോലെ തന്നെ തക്കോലം, ഏലക്ക ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് നുള്ളിപ്പെറുക്കി കളയാം. അപ്പോൾ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളി പൊരിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ വറുത്ത് കോരിയത്, അതുപോലെ തന്നെ ഒരു സ്പൂൺ നെയ്യ്, പിന്നെ മല്ലിയില, പുതിനയില ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ വീണ്ടും ചോറിട്ട് കൊടുക്കുക. ആദ്യം കീമ മസാല അടിയിൽ, പിന്നെ ചോറ്, പിന്നെ പിസ്ത, അതെല്ലാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോറ്, അതിൻ്റെ മേളിൽ വീണ്ടും നമ്മൾ കീമ മസാല നമ്മൾ പകുതി കോരി മാറ്റിയില്ലായിരുന്നോ, അത് നമ്മൾ ഇതിൻ്റെ മേളിലോട്ട്, ഈ ചോറിൻ്റെ മേളിലോട്ട് നിരത്തിയിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബാക്കിയിരിക്കുന്ന ചോറും കൂടി ഈ കീമ മസാലയുടെ മേളിലോട്ടിട്ട് മൂടും. അപ്പോൾ പട്ടയൊക്കെ നമ്മൾ വെള്ളത്തിൽ തിളപ്പിക്കാനായിട്ട് ഇട്ടത് അത് ഈ സമയത്ത് നമുക്ക് നുള്ളിപ്പെറുക്കി കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മസാല എല്ലാം കൂടി കിഴി കെട്ടിയിട്ടാലും കുഴപ്പമില്ല. അപ്പം ചോറെല്ലാം നമ്മൾ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന് നമ്മുടെ ഉള്ളി പൊരിച്ചത്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, ഇതെല്ലാം ഇട്ട് നമുക്ക് മേൽവശം ഗാർണിഷ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ബാക്കി കുറച്ച് സവോള പൊരിച്ചത് നമുക്ക് മാറ്റി വെക്കാമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പൊരിച്ചത് മാറ്റി വെക്കാമെന്നുണ്ടെങ്കിൽ ഫൈനൽ സ്റ്റേജ് നമ്മൾ കോരി സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം വേണം നമുക്കൊരു അലൂമിനിയം ഫോയിലുണ്ടല്ലോ, ഫോയിൽ പേപ്പർ ഇട്ട് നന്നായിട്ട് കവർ ചെയ്യുക. കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദമ്മ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആവിയൊന്നും പുറത്ത് പോകത്തില്ല. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് പഴയ ഒരു തവ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തവ നല്ല ചൂടിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ദമ്മെടുത്ത് വെച്ച് കൊടുക്കുക, ബിരിയാണി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ സിമ്മിലിടുക. എന്നിട്ട് വേണം ഫോയിൽ പേപ്പർ മാറ്റാൻ. അപ്പം നമ്മൾ കാണാൻ പറ്റും, ആവി ഇങ്ങനെ മേളിലോട്ട് വരുന്ന കാണാനായിട്ട് പറ്റും. അപ്പോൾ കറക്റ്റ് ദമ്മായിട്ടുണ്ട്. നമ്മൾ മൈദയൊന്നും ഒട്ടിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒട്ടും ആവി പുറത്ത് പോകത്തില്ല. നോക്കിക്കേ, ബിരിയാണി അസലായിട്ട് വന്നിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, ഇളക്കിയിട്ട് കോരുന്ന നല്ലത്. കാരണം കീമ ബിരിയാണിയല്ലേ, കുഞ്ഞു കുഞ്ഞു മിൻസ്ഡ് ആയിട്ടുള്ള കഷ്ണങ്ങളല്ലേ, അപ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കോരുന്നത് തന്നെയാണ് നല്ലത്. മറ്റേ നമ്മൾ മൊത്തത്തിലങ്ങ് ഇളക്കാതെ കഷ്ണം ഒന്നും ഉടഞ്ഞു പോകാതെ നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് കോരിയല്ലേ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കീമ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റാണ്. ബീഫൊക്കെ കഴിക്കാൻ മടിക്കുന്ന പിള്ളേർ കീമ ബിരിയാണി അടിപൊളിയായിട്ട് കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയുക.